Welcome to part 3 of Theory of Consumer Behavior, Revealed Preference Theory. Revealed Preference Theory. The term revealed preference was introduced in economics in 1938 by Samuelson. ശരിക്കും പറഞ്ഞാൽ റിവീൽ പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് ഡിമാൻഡിൽ ഒരു ബ്രേക്ക് ത്രൂ ആണെന്ന് നമുക്ക് പറയാം. കാരണം ലോ ഓഫ് ഡിമാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവീൽ പ്രിഫറൻസ് ആക്സിയമാണ് ഈ ഒരു തിയറിയിൽ ഉപയോഗിക്കുന്നത് ദാൻ യൂസിങ് ദ ഇൻഡിഫറൻസ് കർവ്സ് ഓർ ഇറ്റ്സ് റെസ്ട്രിക്റ്റീവ് അസംഷൻസ്. ഇവിടെ നമ്മൾ ഇൻഡിഫറൻസ് കർവോ അതിൻ്റെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു അസംഷൻസും യൂസ് ചെയ്യാതെയാണ് ലോ ഓഫ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിസിലാണ് ലോ ഓഫ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് ദ റിവീൽഡ് പ്രിഫറൻസ് ആക്സിയം. എന്താണെന്ന് നമുക്ക് പറയാം. Now we can see the assumptions of the theory. First one, rationality. റാഷണാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. എപ്പോഴും യൂട്ടിലിറ്റി മാക്സിമൈസേഷനാണ് ഒരു കൺസ്യൂമറിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറി അനുസരിച്ച് ഇവിടെ റാഷണാലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു കൺസ്യൂമർ മാക്സിമം യൂട്ടിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വെൻ ഹി പ്രിഫേഴ്സ് ദ ബണ്ടിൽ ഓഫ് ഗുഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കമോഡിറ്റീസ്. ലെസ്സർ ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റീസ് ഉള്ള ഒരു ബണ്ടിലിനെക്കാട്ടിലും ഒരു കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റീസ് ഉള്ളൊരു ബണ്ടിലായിരിക്കും. സെക്കൻഡ് വൺ, കൺസിസ്റ്റൻസി. നമ്മൾ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് പഠിച്ചപ്പം പഠിച്ച ഒരു അസംഷനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് വി പ്രിഫർ എ ടു ബി ദെൻ ഇൻ എനി ഓഫ് ദ സിറ്റുവേഷൻ യു ഷുഡ് പ്രിഫർ എ ടു ബി ഇറ്റ് സെൽഫ്. നമ്മൾ ഏത് സിറ്റുവേഷൻ ആയാലും എ ടു ബി തന്നെ പ്രിഫർ ചെയ്യണം, അല്ലാതെ ബി ടു എ നമ്മൾ പ്രിഫർ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഇസ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി നമ്മൾ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ അസംഷനായിട്ട് പഠിച്ചതാണ്. ഇഫ് ഇൻ എനി പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് പ്രിഫേർഡ് ടു ബി ആൻഡ് B is preferred to C, then A should be preferred to C. Next assumption, the revealed preference axiom. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ബഡ്ജറ്റ് സിറ്റുവേഷനിൽ ഒരു കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബഡ്ജറ്റ്സ്, ഒരുപാട് ബണ്ടിൽ ഓഫ് കമോഡിറ്റീസ് ഉണ്ടാകും അല്ലേ? Given the budget constraint, the consumer is able to choose only one bundle. ഒരുപാട് ഓൾട്ടർനേറ്റീവ് ബണ്ടിൽസ് ഉണ്ടെങ്കിലും ആ ഒരു ഇൻകം കൺസ്ട്രെയിൻറ്റ് തന്നിരിക്കെ കൺസ്യൂമറിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബണ്ടിലാണ് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബണ്ടിൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുമ്പോൾ ഹീ ഈസ് റിവീലിംഗ് ഹിസ് പ്രിഫറൻസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബണ്ടിൽ വിച്ച് മാക്സിമൈസസ് ഹിസ് യൂട്ടിലിറ്റി. അങ്ങനെ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ബണ്ടിലാണ് മാക്സിമൈസസ് ദ യൂട്ടിലിറ്റി ഓഫ് ദ കൺസ്യൂമർ. ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് യൂസിങ് ദ റിവീൽ പ്രിഫറൻസ് തിയറി. ഇപ്പോൾ ഒരു ഡിമാൻഡ് കർവിൽ കാണിക്കുന്ന ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണിക്കുന്നത്. ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഈ ഫിഗറിൽ കൺസ്യൂമറിൻ്റെ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്നുണ്ട്. എ ബി ആണ് കൺസ്യൂമറിൻ്റെ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഹീ ചൂസസ് ദ ബണ്ടിൽ ഓഫ് ഗുഡ്സ് ഡിനോട്ടഡ് ബൈ പോയിൻറ്റ് സെഡ്. പോയിൻറ്റ് സെഡ് ആണ് അയാൾ ചൂസ് ചെയ്യുന്ന ബണ്ടിൽ. ഹീ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ദ ബണ്ടിൽ സെഡ്. സെഡ് എന്ന് പറയുന്ന ബണ്ടിൽ അയാൾ ചൂസ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് അറ്റ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾസ്. ഇനി എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ വിൽ ബി ഷിഫ്റ്റിംഗ് ടു ദ റൈറ്റ്. പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിട്ട് കാണിക്കാം. ഇറ്റ് ഈസ് എ സി വിത്ത് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഈ എ സി എന്ന് പറയുന്ന പുതിയ ബഡ്ജറ്റ് ലൈനിൽ കൺസ്യൂമർ പിന്നെ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. കാരണം അതിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൺസ്യൂം ഷുഡ് ബി മോർ. അപ്പോൾ അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. പുതിയ ബഡ്ജറ്റ് ലൈനിൽ ക്വാണ്ടിറ്റി ഓഫ് എക്സ് കൺസ്യൂം ബൈ ദ കൺസ്യൂമർ ഷുഡ് ബി മോർ ദാൻ ഇൻ ദ പ്രീവിയസ് ബഡ്ജറ്റ് ലൈൻ. പ്രീവിയസ് ബഡ്ജറ്റ് ലൈനിൽ അദ്ദേഹം പിന്നെ ഇസഡ് എന്ന് പറയുന്ന ബണ്ടിലാണ് പ്രിഫർ ചെയ്തേക്കുന്നത്. ക്ലിയർലി നമുക്ക് കാണാം OX1 ഓഫ് ക്വാണ്ടിറ്റി എക്സ് ആണ് അദ്ദേഹം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ആ ഒരു പോയിന്റ് സെഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് വൈ ആക്സസിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ പിന്നെ എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷേ അത് ഇറെലവൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. എക്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെഡ് എന്ന് പറയുന്ന പോയിന്റിൽ OX1 യൂണിറ്റ്സ് ഓഫ് എക്സ് ആണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റി. So in order to prove that we are making a compensating variation of the income, ഇവിടെ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വി ആർ റെഡ്യൂസിങ് ദി ഇൻകം ഓഫ് ദ കൺസ്യൂമർ സോ ദാറ്റ് ഹീ ഈസ് ഏബിൾ ടു കണ്ടിന്യൂ പർച്ചേസിങ് സെഡ്.
അയാൾ ആ ഒരു സെഡിന് കിട്ടുന്ന പിന്നെ യൂട്ടിലിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻകം ഒന്ന് കുറയ്ക്കുകയാണ്. ആ ഇൻകം കുറയ്ക്കുക ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള റിഡക്ഷൻ ഇൻ ഇൻകം ആണ്. ദിസ് ഇസ് ജസ്റ്റ് ടു എനേബിൾ ഹിം ടു പർച്ചേസ് സെഡ് ഇഫ് ഹി സോ വിഷസ്. ഇനി നമുക്ക് ഈ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഓഫ് ഇൻകം കാണിക്കാൻ നമ്മൾ ഈ എ സി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിന് പാരലായിട്ട് ഒരു പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുകയാണ്. എ ഡാഷ് ബി ഡാഷ് എന്നാണ് ആ ഒരു കോമ്പൻസേറ്റിംഗ് വേരിയേഷനെ കാണിക്കുന്ന ബഡ്ജറ്റ് ലൈനിന് നെയിം ചെയ്തേക്കുന്നത്, വിച്ച് പാസസ് ത്രൂ സെഡ്. അത് സെഡ് എന്ന് പറയുന്ന ആ ഒരു ബണ്ടിൽ വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ബഡ്ജറ്റ് ലൈനിലും ഇസഡ് എന്ന് പറയുന്ന ബണ്ടിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഹി വിൽ നോട്ട് ചൂസ് എനി ബണ്ടിൽ ടു ദ ലെഫ്റ്റ് ഓഫ് ഇസഡ്. ഇസഡിന് ലെഫ്റ്റിലുള്ള ബണ്ടിൽസ് ഒന്നും അയാൾ ചൂസ് ചെയ്യില്ല. കാരണം എന്താണ്? അത് അയാളുടെ ചോയ്സ് ഇൻകൺസിസ്റ്റൻ്റ് ആയി പോവും. കാരണം ഇൻ ദ ഒറിജിനൽ സിറ്റുവേഷൻ ഓൾ ദ ബാച്ചസ് ലെഫ്റ്റ് ഓഫ് ഇസഡ് വെയർ റിവീൽഡ് ഇൻഫീരിയർ ടു സെഡ്. ആ ഒരു സെഗ്മെൻറ്റിലുള്ള എല്ലാ ബണ്ടിൽസും സെഡിനെക്കാട്ടിലും ഇൻഫീരിയർ ആണെന്ന് നമ്മൾ റിവീൽ ചെയ്ത കാര്യമാണ്, കൺസ്യൂമർ റിവീൽ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് സെഡിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ബണ്ടിൽസ് ഒന്നും അദ്ദേഹം ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഇനി വേറെയുള്ള ഓപ്ഷൻ എന്താണ് അദ്ദേഹത്തിന്? ഹി വിൽ ഈദർ കണ്ടിന്യൂ ടു ബൈ സെഡ്. ഒന്നിയിൽ ഇസഡ് തന്നെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹി വിൽ ചൂസ് എ ബാച്ച് ഓൺ ദ സെഗ്മെൻറ്റ് സെഡ് ബി ഡാഷ്. അതായത് ലോവർ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ബാച്ച് ആയിരിക്കും അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. സച്ച് എസ് ഡബ്ല്യു. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഡബ്ല്യു ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് എ ലാർജർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. ആ ഒരു ഡബ്ല്യു എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ് ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടും മനസ്സിലാവും നേരത്തെ കൺസ്യൂം ചെയ്ത എക്സിനെക്കാട്ടിലും കൂടുതലായിട്ട് അദ്ദേഹത്തിന് എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി ഇവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ആ ഒരു അസംഷൻ അങ്ങ് മാറ്റുകയാണ്. ആൻഡ് വി അലൗ ദ കൺസ്യൂമർ ടു മൂവ് ഓൺ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. കൺസ്യൂമർ പുതിയ ബഡ്ജറ്റ് ലൈനിലേക്ക് മൂവ് ചെയ്തു. പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എ സി ആണ്. ആൻഡ് ഇൻ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ദ കൺസ്യൂമർ വിൽ ചൂസ് എ പോയിന്റ് റൈറ്റ് ഓഫ് ഡബ്ല്യു. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ അലൗ ചെയ്ത ആ ഒരു ബഡ്ജറ്റ് ലൈനിൽ വന്ന പോയിന്റ് ആയിരുന്നു. ഗുഡ് എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഗുഡ് ആണെങ്കിൽ വിത്ത് എ പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൺസംഷനും കൂടുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുഡ് ആണെങ്കിൽ കൺസ്യൂമർ വിൽ ബി ചൂസിങ് എ ബാച്ച് ടു ദ റൈറ്റ് ഓഫ് ഡബ്ല്യു. അപ്പം ഈ ഒരു പുതിയൊരു ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലാർജർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്, ദാറ്റ് ഈസ് എക്സ് 3. നിന്ന് താഴേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ആക്സിസിലേക്ക് വരച്ചാൽ ക്വാണ്ടിറ്റി കൺസ്യൂം ഓഫ് എക്സ് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് OX3 ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി എക്സ് ആണ്. Thus, we can say that the reveal preference axiom and the implied consistency of choice open a direct way to the derivation of the demand curve. As price falls, more of X is purchased. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തു പ്രൈസ് ഫോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും more of X is purchased by the consumer. Deriving indifference curves from reveal preference theory. Reveal preference theory does not require the consumer to rank his preferences or to give any other information about his tastes. റിവീൽ പ്രിഫറൻസ് തിയറി വെച്ചിട്ട് നമ്മൾ ഇൻഡിഫറൻസ് കർവ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ പ്രിഫറൻസസ് റാങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ അവൈലബിൾ ആക്കുകയോ ഒന്നും വേണ്ട. വി ക്യാൻ യൂസ് എ മാർക്കറ്റ് ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ടു ഡിറൈവ് ദ ഇൻഡിഫറൻസ് കർവ്. നമുക്ക് ഇൻഡിഫറൻസ് കർവ് ഡിറൈവ് ചെയ്യാൻ ഇവിടെ മാർക്കറ്റ് ബിഹേവിയർ മാത്രം മതിയാകും. But there are some assumptions to be followed. That is, choices should be consistent. പിന്നെ ട്രാൻസിറ്റിവിറ്റി ഒബ്സർവ് ചെയ്തിരിക്കണം. അതുപോലെ ടേസ്റ്റേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹിസ് ചോയ്സസ് ഓവർ ടൈം ആൻഡ് ഡു നോട്ട് ചേഞ്ച്. ആൻഡ് ദാറ്റ് ദ കൺസ്യൂമർ ഇസ് റാഷണൽ ഇൻ ദ പെരേറ്റോ സെൻസ്. ഹി പ്രിഫേഴ്സ് മോർ ഗുഡ് ടു ലെസ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന അസംഷൻസ് എന്ന് പറയുന്നത് ടു ഡിറൈവ് ദ ഇൻഡിഫറൻസ് കർവ്. താഴെ കാണിച്ചേക്കുന്ന ഡയഗ്രത്തിൽ നമ്മൾ രണ്ട് കമ്മോഡിറ്റീസ് ആണ് കൊടുത്തേക്കുന്നത്, എക്സ് ആൻഡ് വൈ. അതുപോലെ കൺസ്യൂമറിൻ്റെ ഇൻകം കൺസ്ട്രെയിൻറ്റ് കാണിക്കുന്ന ബഡ്ജറ്റ് ലൈൻ AB എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് ലൈനിൽ Z എന്ന് പറയുന്ന പോയിൻ്റാണ് ഷോസ് ദ ബണ്ടിൽ ഓഫ് ഗുഡ്സ് പ്രിഫേർഡ് ബൈ ദ കൺസ്യൂമർ. In other words, we can say that the consumer has revealed his preference for the bundle Z. ഈ ഒരു ബഡ്ജറ്റ് ലൈന് താഴെയുള്ള പോയിന്റ്സ് എല്ലാം ഇൻഫീരിയർ ബാച്ചസ് അല്ലെങ്കിൽ ബണ്ടിൽസ് ആണ്. കാരണം ദേ കണ്ടെയ്ൻ ലെസർ എമൗണ്ട് ഓഫ് ബോത്ത് ദ കമോഡിറ്റീസ്. And the points above the budget line are unachievable because income constrained ആണ് ഈ ഒരു ബഡ്ജറ്റ് ലൈൻ വഴി കാണിച്ചേക്കുന്നത്. അതിന് മുകളിലേക്കുള്ള പോയിന്റ്സ് ഒന്നും അപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് ആണ് ബിക്കോസ് ഓഫ് ദി ഇൻകം കൺസ്ട്രെയിൻറ്റ്. സുപ്പീരിയർ ബാച്ചസ് അല്ലെങ്കിൽ
സുപ്പീരിയർ ബണ്ടിൽസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നമ്മൾ പോയിന്റ് സെറ്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ സി സെഡ് എന്നും അതുപോലെ തന്നെ ഡി സെഡ് എന്നും വരച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന ബാച്ചുകളെയാണ് നമ്മൾ പ്രിഫേർഡ് ബാച്ചസ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ കണ്ടെയ്ൻ മോർ ക്വാണ്ടിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെയെങ്കിലും പിന്നെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അവിടെയുള്ള പോയിന്റ്സിൽ. ഇനി ഈ പ്രിഫേർഡ് ബാച്ചസും അതുപോലെ തന്നെ ഇൻഫീരിയർ ബാച്ചസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇഗ്നറൻറ്റ് സോൺ ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. ഏതൊക്കെ ബണ്ടിൽസ് ആണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യാൻ നമ്മൾ കണ്ടു. ഇനി ദ ബണ്ടിൽസ് ബിലോ CZDക്ക് താഴെ വരുന്നതും അതുപോലെ ബഡ്ജറ്റ് ലൈനിന് മുകളിൽ വരുന്നതുമായിട്ടുള്ള ചില ബണ്ടിൽസ് ദേ ആർ സ്റ്റിൽ നോട്ട് ഓർഡേർഡ്. പക്ഷെ നമുക്കതിനെ റാങ്ക് ചെയ്യാം റിലേറ്റീവ് ടു സെഡ് ബൈ അഡോപ്റ്റിംഗ് ദ ഫോളോയിങ് പ്രൊസീജിയർ. ഇനി പറയാൻ പോകുന്നൊരു പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ ബണ്ടിൽസ് ഒക്കെ റാങ്ക് ചെയ്യാം റിലേറ്റീവ് ടു സെഡ്. Now assume that the price of X has fallen. Xൻ്റെ പ്രൈസ് കുറഞ്ഞു എന്ന് അസ്യൂം ചെയ്യുക. എക്സിൻ്റെ പ്രൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതെന്താണ് കാണിക്കുന്നത്? ദാറ്റ് ദ കൺസ്യൂമർ ഈസ് ഏബിൾ ടു ബൈ മോർ ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ് അല്ലേ. എക്സിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി അയാൾ വാങ്ങുന്നു, അതുപോലെ തന്നെ വൈയുടെ ക്വാണ്ടിറ്റി അവിടെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ EF പാസസ് ബിലോ സെഡ്. അപ്പോൾ ഈ ഒരു പുതിയ ബഡ്ജറ്റ് ലൈനിൽ കൺസ്യൂമർ ഏത് പോയിന്റ് ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഹി വിൽ ചൂസ് ഈതർ ജി എന്ന് പറയുന്ന പോയിന്റ് ഒന്നുകിൽ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹി വിൽ ചൂസ് എ പോയിന്റ് റൈറ്റ് ഓഫ് ജിയുടെ റൈറ്റ് സൈഡിലേക്ക്, അതായത് GF എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഒരു പോയിന്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം മറ്റേ സെഗ്മെന്റ്, അതായത് ജിക്ക് ലെഫ്റ്റ് ആയിട്ട് വരുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ EG ആണ്. ആ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈനിന് താഴെ വരുന്ന പോയിന്റുകളാണ് അല്ലേ, ബണ്ടിൽസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇൻഫീരിയർ ആണ്. ജിനെക്കാട്ടിലും അല്ലെങ്കിൽ സെഡിനെക്കാട്ടിലും ഇൻഫീരിയർ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് EG എന്ന് പറയുന്ന സെഗ്മെന്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമർ ഒരിക്കലും അത് ചൂസ് ചെയ്യില്ല. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോയ്സ് ഇൻകൺസിസ്റ്റന്റ് ആയി പോവുകയും ചെയ്യും. അത് അസംഷന് എതിരാണ്. നൗ അസ്യൂം ദാറ്റ് ദ കൺസ്യൂമർ ചൂസസ് ജി എന്ന് പറയുന്ന ഒരു ബണ്ടിൽ കൺസ്യൂമർ ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് അസംഷൻ വഴി പറയാം സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ജി. അതായത് ഒറിജിനൽ സിറ്റുവേഷനിൽ സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ജി ആണല്ലോ. അതുപോലെ ന്യൂ ബഡ്ജറ്റ് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ജി ഈസ് ഗ്രേറ്റർ ദാൻ GBF. ജി എന്ന് പറയുന്നത് GBFനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻസ് വി ക്യാൻ പ്രൂവ് ദാറ്റ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ GBF. ഈ ഒരു പ്രൊസീജിയറിലൂടെ വി ക്യാൻ റാങ്ക് ഓൾ ദ ബാച്ചസ് ഇൻ ദാറ്റ് പോർഷൻ GBF റിലേറ്റീവ് ടു സെഡ്. അപ്പോൾ റിലേറ്റീവ് ടു സെഡ് നമുക്ക് ഈ GBF എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ എല്ലാ ബാച്ചസിനെയും റാങ്ക് ചെയ്യാൻ പറ്റും. So following this procedure, all the batches of the lower ignorance zone and the upper ignorance zone can be ranked relative to Z.